ഓക്കെ, അപ്പൊ നമ്മള് 25th ക്വസ്റ്റ്യനിലാണ് നേരത്തെ എൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. 26 നമ്മുടെ കയ്യിൽ കൂടുതൽ സമയമില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എല്ലാരും സ്ക്രീനൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, 26. Who had applied the reference group theory to analyze mobility within the caste system? അതായത് റെഫറൻസ് ഗ്രൂപ്പ് തിയറി ഇന്ത്യൻ സിനാരിയയിലോട്ട് എസ്പെഷ്യലി കാസ്റ്റ് സിസ്റ്റത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആ മെത്തേഡ് ആസ് ഇൻ ആ തിയറി വേറൊരു കോണ്ടെക്സ്റ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ തിയറി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. MSA റാവു ഉണ്ട് ഓപ്ഷനിൽ, GS ഗുറ്റി ഉണ്ട്, ശ്രീനിവാസൻ, യോഗേന്ദ്ര സിംഗ്, 4 ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് ആൻസർ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ലൈക്ക് റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള തിയറിറ്റേഷനും തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോ ദ റൈറ്റ് ആൻസർ ഈസ് MN ശ്രീനിവാസ്, അതായത് തേർഡ് ഓപ്ഷൻ, സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഒന്ന് ആലോചിച്ചാലും മനസ്സിലാവും, നമ്മൾ കാസ്റ്റ് സിസ്റ്റം ശ്രീനിവാസിന്റെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള തിയറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത് വളരെ ഡൊമിനന്റ് കാസ്റ്റ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ടെർമിനോളജീസും കോൺസെപ്റ്റലൈസേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്താ എന്ന് ഓർത്താൽ തന്നെ എവിടെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള തിയറി അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ ലോവേർഡ് കാസ്റ്റ് മെമ്പേഴ്സ് എങ്ങനെയാണ് ഹയർഡ് കാസ്റ്റ് മെമ്പേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ആസ്പയർ ചെയ്യുന്നത്, അർത്ഥത്തിൽ ഒരു മൊബിലിറ്റി സീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും സിംപ്ലി പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ. ഇനി അതിന്റെ തന്നെ വെസ്റ്റേണൈസേഷൻ എന്നുള്ള വേറൊരു കോൺസെപ്റ്റ് കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹയർഡ് കാസ്റ്റ് ലോവേർഡ് കാസ്റ്റ് ആളുകൾ ഹയർഡ് കാസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതേസമയം ഹയർഡ് കാസ്റ്റ് ആളുകൾ വെസ്റ്റേൺ, അതായത് മോഡേൺ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിനെ എമിലേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ. അപ്പൊ റെഫറൻസ് ഗ്രൂപ്പ് തിയറി അപ്ലൈ ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് MN ശ്രീനിവാസ് ആണ് അല്ലെ. ബാക്കിയുള്ളവരൊക്കെ കാസ്റ്റ് ഇന്ത്യൻ സിനാരിയോയിൽ വർക്ക് ചെയ്ത ആളുകൾ ആണെങ്കിൽ കൂടെയും ഈ ഒരു ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി റെഫറൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് ഗ്രൂപ്പ് അനാലജി ആരാണ് യൂസ് ചെയ്തത്, അനാലജി എന്നുള്ളതിനപ്പുറം ഒരു തിയറി അപ്ലൈ ചെയ്തത് ആരാണ് എന്നുള്ളതായത് കൊണ്ട് MN ശ്രീനിവാസ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 27th question. Who among the following describes society as a sui generis? വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള സോഷ്യോളജിയിൽ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ബേസിക് നോളജ് ഉള്ളവരാണെങ്കിലും ഒക്കെ തന്നെയും വളരെ ഈസി ആയിട്ട് ഉറക്കത്തിലും കണ്ണടച്ച് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരുപക്ഷെ ഇത്. കാര്യം ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന 1-2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ മാത്രമല്ല സൂയി ജനറസ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്രയും കോമൺ ആയിട്ട് ഇൻ ഇറ്റ് സെൽഫ് ഒരു അർത്ഥം വെച്ചിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുന്നതുമാണ്. ഓക്കെ, ഏതായാലും ഓപ്ഷൻസ് റാഡിക്കൽ ബ്രൗൺ ഉണ്ട്, മാലിനോസ്കി ഉണ്ട്, ഡർഖൈം ഉണ്ട് ആൻഡ് റൂത്ത് ബെനഡിക്ട് ഉണ്ട് അല്ലെ. ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്തായിരിക്കും? സംശയത്തിനിടയില്ലാത്ത വിധം ഡർഖൈം ആണ് അല്ലെ. ഡർഖൈം സൊസൈറ്റിനെ സൂയി ജനറസ് ആയിട്ട്, അതായത് ഒരു ഇൻ ഇറ്റ് സെൽഫ് ഒരു മീനിങ് ഉള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അതായത് ഇൻഡിവിജ്വൽസിന്റെ കളക്റ്റീവ് ആണ് സൊസൈറ്റി എങ്കിൽ കൂടെയും ഇൻഡിവിജ്വൽസിനും ബിയോണ്ട് ആയിട്ട് ഒരു റിയാലിറ്റി ഉള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഓവറാക്കിങ് ഒരു അതിൻ്റെതായ തന്നെ ലൈഫ് ഉള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് സൊസൈറ്റിനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ. സോഷ്യൽ ഫാക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് കിടക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഏതായാലും സൂയി ജനറസ് എന്നുള്ളത് ഡർഖൈമിന്റെ കോൺസെപ്റ്റലൈസേഷൻ ആണ് എന്നത് കൂടുതൽ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഇൻഡിവിജ്വൽസ് കൂടി ഉണ്ടായ കളക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് സൊസൈറ്റിനെ മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ കൂടിയും വെറും ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ഇൻഡിവിജ്വൽസിന്റെ കളക്ഷൻസ് മാത്രമല്ല സൊസൈറ്റി, അതിനേക്കാൾ അപ്പുറം വേറെ പല കാര്യങ്ങളും അതിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 28th. Triangulation is a method assessing validity of one's research by. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഓരോ ക്വസ്റ്റ്യനും വെച്ചിട്ട് PPT ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ 100 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു സമയത്തിനുള്ളിലൊക്കെ കവർ ചെയ്ത് പോവാ എന്നുള്ളതും കൂടെ ആയതുകൊണ്ട് ആ ഒരു എഫേർട്ട് വേർത്തല്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് കൊണ്ട്, ഓപ്ഷൻസ് മുന്നിൽ കാണുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഏതായാലും ക്വസ്റ്റ്യൻ ട്രയാങ്കുലേഷനെ കുറിച്ചാണ് അല്ലെ. എന്താണ് ട്രയാങ്കുലേഷൻ എന്നുള്ളതാണ് ലൈക് സിംപ്ലി സ്പീക്കിംഗ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കളക്ടിങ് three generational data, and then second option is analyzing three generational data, and third option is using different methods and theoretical analysis of different subjects of study by one or more researchers, and fourth option is mixing of different methods and theoretical analysis of the same subject of the study by one or more researchers. ഇവിടെ സി ഓപ്ഷനും ഡി ഓപ്ഷനും വളരെ സിമിലർ ആണ്, ചെറിയൊരു ഫ്രേസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓഫ് ഡിഫറെന്റ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി എന്നുള്ളതും ഓഫ് സെയിം സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്നുള്ളതും അല്ലെ. ഏതായാലും ട്രയാങ്കുലേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി, വാലിഡിറ്റി ഒക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ റിലയബിലിറ്റി എസ്പെഷ്യലി വാലിഡിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. മെത്തേഡ് ഇത്രയേ ഉള്ളൂ, ഡിഫറെന്റ് മെത്തേഡ്സ്. ഒരു സിമ്പിൾ മെത്തേഡിൽ നമ്മൾ എക്സ്പെരിമെന്റ് റൺ ചെയ്യുന്നതിന് പകരം നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് അത്രയും വാലിഡ് ആണ്, അതിന്റെ വാലിഡിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി, അത് മാക്സിമം ആണോ അല്ലെങ്കിൽ വാലിഡിറ്റി എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് കറക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി ചെക്ക് ചെയ്യുന്നതിനപ്പുറം അതിനെ ക്രോസ് അനലൈസ് ചെയ്തിട്ട് വാലിഡിറ്റിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതിനെ തുടർന്ന് വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ് നമ്മൾ റിസർച്ചിൽ ചെയ്യാറുള്ളത്. ട്രയാങ്കുലേഷനുള്ള ഡിഫറെന്റ് മെത്തേഡ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മെത്തേഡ് മാത്രം യൂസ് ചെയ്ത് എക്സ്പെരിമെന്റ് റൺ ചെയ്യുന്നതിന് പകരം ആ ഒരു ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിന് പോസിബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആ എക്സ്പെരിമെന്റ് റൺ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ട്സിനെ കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ഒറിജിനലി ചെയ്ത റിസർച്ചിന്റെ റിസൾട്ട് എത്രമാത്രം വാലിഡ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ട്രയാങ്കുലേഷനിൽ. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കൺഫ്യൂസ് ചെയ്യുന്ന അർത്ഥത്തിൽ ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളതാണ് ഈ ക്വസ്റ്റിനെ കുറച്ചുകൂടി ട്രിക്കി ആക്കുന്നത് അല്ലെ. അപ്പൊ യൂസിങ് തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം സെയിം സബ്ജക്ട്, ഡിഫറെന്റ് സബ്ജക്റ്റിലെ ഡിഫറെന്റ് ഡിസിപ്ലിനിലെ മെത്തേഡ്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിസിപ്ലിനിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഷ്യോളജിയിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലെ അല്ലെങ്കിൽ വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിസിപ്ലിനിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ലോജിക് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്, യൂസിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് തിയററ്റിക്കൽ അനാലിസിസ് ഓഫ് തേർഡ് ഓപ്ഷൻ അല്ല, ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ. ആസ് ഇൻ using or mixing different methods and theoretical analysis of the same subject of study by one or more researchers. ഞാൻ പറഞ്ഞപ്പോൾ കൺഫ്യൂസ്ഡ് ആയില്ലല്ലോ അല്ലെ, ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്ലിച്ച് വന്നു പോയതാണ്. സെയിം സബ്ജക്റ്റിന് തന്നെ സെയിം സബ്ജക്റ്റിലെ ഡിഫറെന്റ് മെത്തേഡ്സ് മിക്സ് ചെയ്തിട്ട് വാലിഡിറ്റി മെഷർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 29th question. Which of the following is associated with basic principles of symbolic interaction? സിംബോളിക് ഇന്ററാക്ഷനിസം അല്ലെങ്കിൽ സിംബോളിക് ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് എന്നുള്ളതിനപ്പുറം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം ജസ്റ്റ് MCQ ആണല്ലോ, നമുക്ക് MSQs ഇല്ലല്ലോ നെറ്റ് എക്സാമിൽ. ഓക്കെ, ഫസ്റ്റ് വൺ, പീപ്പിൾ cannot modify the symbols used in interaction. ഇന്ററാക്ഷനിലെ സിംബൽസ് അവർക്ക് ആളുകൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, പീപ്പിൾ ക്യാൻ മോഡിഫൈ ദ സിംബൽസ് യൂസ്ഡ് ഇൻ ഇന്ററാക്ഷൻ ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഓരോരുത്തർക്ക് അവരുടെ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്സ് വെച്ചിട്ട് സിംബൽസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ, പീപ്പിൾ ആർ ഏബിൾ ടു മോഡിഫൈ or alter the symbols used in interaction based on the interpretation of the situation. മനസ്സിലായോ? കൃത്യമാണല്ലോ അല്ലെ ആൻസേഴ്സ്? ഈ ഓപ്ഷൻസിന്റെ മീനിങ്സ് കൺവേഡ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, പീപ്പിൾ ക്യാൻ മോഡിഫൈ സിംബൽസ് യൂസ്ഡ് ഇൻ ഇന്ററാക്ഷൻ ബേസ്ഡ് ഓൺ ദ കപ്പാസിറ്റി ടു തിങ്ക്. ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവനുസരിച്ചിട്ട് സിംബൽസിന്റെ മീനിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ സിംബോളിക് ഇന്ററാക്ഷൻസിന്റെ പ്രത്യേകത, ലൈക്ക് അവരുടെ ഒരു പ്രപ്പോസൽ എന്നാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഓപ്ഷൻ ഈസ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ. സിംബോളിക് ഇന്ററാക്ഷൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? സിംപ്ലി ലൈക്ക് ലാർജ്ലി പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഇന്ററാക്ഷനിലൂടെയാണ് മീനിങ്സ് ഉണ്ടായി വരുന്നത്. ആ മീനിങ്സ് കൺവേ ചെയ്യുന്നത് സിംബൽസിലൂടെയാണ്. ലൈക്ക് ഇത്തരത്തിലുള്ള സിംബോളിക് ഇന്ററാക്ഷനിലൂടെയാണ് നമ്മുടെ സെൽഫ് പോലും ഉണ്ടായി വരുന്നത് എന്നൊക്കെയാണ് സിംബോളിക് ഇന്ററാക്ഷൻസും റഫ്ലി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുമായിട്ട് ഏറ്റവും ആപ്റ്റ് ആവുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ട് ഇതിൽ ഏതാണ് ഒന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണ് ഒന്നിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓപ്ഷൻ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. ജസ്റ്റ് ഓക്കെ ആവുന്നുണ്ടോ? കാരണം ഒരൊറ്റ നെറ്റ് എക്സാമ്പിൾ നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ലേ ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ
ആൻസർ ആവാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ ഏതാ എന്നുള്ളതായിരിക്കണം നിങ്ങൾ എപ്പോഴും സീക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതും റൈറ്റ് ആണല്ലോ, ഇതിലൊരു ശരിയുടെ അംശം ഉണ്ടല്ലോ എന്നൊന്നും ആലോചിച്ചിട്ട് നമ്മൾ ഓക്കെ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തരുത്. നേരെ മറിച്ച് എപ്പോഴും 1-2 വട്ടം ആലോചിച്ചിട്ട് ഓക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷന് നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. കാരണം ഇവിടെ ബി ക്വസ്റ്റ്യനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ശരിയാണെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സി ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ യുക്തി അല്ലെ. അതായത് പീപ്പിൾ ആർ ഏബിൾ ടു മോഡിഫൈ ഓർ ഓൾട്ടർ ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഇന്ററാക്ഷൻ ബേസ്ഡ് ഓൺ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സിറ്റുവേഷൻ. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതിനപ്പുറം സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അതിലൊരു വലിയ എലമെന്റ് ആണെങ്കിൽ കൂടെ മൊത്തത്തിൽ ആ സിറ്റുവേഷനിൽ നിന്നാണ് സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് കൂടെ ഉണ്ടായി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിൽ സിറ്റുവേഷൻസും അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസും ഒക്കെ ഇന്റർപ്രിട്ടേഷനിലൂടെയും റീഇന്റർപ്രിട്ടേഷനിലൂടെയും സിമ്പിൾസിലൂടെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്ന മീനിങ്സിലൂടെയും അതിന്റെ റീഇന്റർപ്രിട്ടേഷനിലൂടെ ഒക്കെയാണ് റിയാലിറ്റി ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ്സ് ഉണ്ടായി വരുന്നത്, നമ്മുടെ സെൽഫും സറൗണ്ടിങ്സും ഉണ്ടായി വരുന്നത് എന്നതാണ് സിംബോളിക് ഇന്ററാക്ഷൻസും പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ലൈക് ബേസിക് ജനറൽ തിയറീസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ പെട്ടെന്ന് പോവുകയാണ്. ആൻഡ് ദെൻ കംസ് 30th question. Which of the following statement is incorrect with regard to D.P. Mukherjee? D.P. Mukherjee famous Indian sociologist ആണല്ലോ, അല്ലെ അറിയാവുന്നുണ്ടാവും എല്ലാവർക്കും. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതൊക്കെ ശ്രദ്ധിക്കാട്ടോ. ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡിങ്സിൽ നമ്മൾ ചിലപ്പോൾ ഒപ്പോസിറ്റ് കാര്യമാണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും കറക്റ്റ് ആണോ, ഇൻകറക്റ്റ് ആണോ, നോട്ട് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ റോങ് ആണോ എന്നുള്ള അർത്ഥത്തിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് രണ്ടുമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസിലോട്ട് പോവുക. ചിലപ്പോൾ നമ്മൾ ധൃതിപ്പെട്ട് പോകുമ്പോൾ വായിക്കുന്നത് തെറ്റിപ്പോവാൻ, അല്ലെങ്കിൽ അതിൽ ഇൻ എന്നുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗം വായിക്കാണ്ട് തിരക്കിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് മാറും. ഈ ഒരു ചാൻസും കൂടെ കണ്ടിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നവർ സ്വാഭാവികമായിട്ടും ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ആ അർത്ഥത്തിൽ കോറിലേറ്റ് ചെയ്തിട്ടാണ് ആൻസേഴ്സ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആവും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും, ക്വസ്റ്റ്യൻസുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ കേട്ടോ. He uses the dialectical approach, and B option is he combines Marx, Dilthey's and Vedanta's approaches, and C option is tradition can be distinguished between primary, secondary and tertiary, and third option is modernity can be understood independent of tradition. ഏതായിരിക്കാനാണ് ചാൻസ്? ഡി.പി. മുഖർജിയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെറുതായിട്ട് ഡയലക്ടൽ അപ്രോച്ച് ഡി.പി. മുഖർജി എന്നൊക്കെ പറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഡയലക്ടൽ അപ്രോച്ച് ആണ് ഡി.പി. മുഖർജി യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ലല്ലോ അല്ലെ. അപ്പം ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ സിനാരിയോയിൽ ഡയലക്ടൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ട് പഠിച്ച ഇന്ത്യൻ സൊസൈറ്റിനെ പഠിച്ച ആളാരാണെന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഡയലക്ടൽ അപ്രോച്ച് ഡി.പി. മുഖർജി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഇപ്പൊ നമ്മൾ ക്ലിയർ ആണ്. ആൻഡ് ഹി കമ്പൈൻസ് മാർക്സ്, ഡിൽത്തിസ് ആൻഡ് വേദാന്ത അപ്രോച്ചസ്. ഡി.പി. മുഖർജി ഒരു മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തിയറിയുടെ ഒരു അണ്ടർപിന്നിങ് ആയിട്ട് കിടക്കുന്നത് മാർക്സിന്റെ ഹിസ്റ്റോറിക് ഡിറ്റർമിനിസം അല്ലെങ്കിൽ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഒക്കെ ആണ് എന്നുള്ളത് അറിയുന്നുണ്ടാവും. അതുപോലെ ഡിൽത്തിന്റെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തൊരു മേജർ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഹെർമനോട്ടിക്സ്, ഡിൽത്തിന്റെ ഹെർമനോട്ടിക്സ് നിന്നാണ് ഇന്ത്യൻ ആ ഒരു മെത്തഡോളജി ഇന്ത്യൻ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാൻ അതിന്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മിക്സ്ഡ് മെത്തേഡ് ആണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. വേദാന്താസ് അപ്രോച്ചസ്, അതായത് സ്പിരിച്വൽ ഇന്ത്യൻ ഫിലോസഫിയുടെ കുറെ ഫിലോസഫിക്കൽ അണ്ടർപിന്നിങ്സും അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം കുറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡി.പി. മുഖർജിയുടെ മേജർ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എണ്ണി പറയാവുന്ന ആളുകളും തിയറീസും തന്നെയാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നതിൽ സംശയമില്ല. ട്രഡീഷൻസ് ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ട്രഡീഷൻ, എസ്പെഷ്യലി ഇന്ത്യൻ ട്രഡീഷൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മേജർ സ്റ്റഡി ഏരിയ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, മോഡേണിറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രഡീഷൻ. ഇവിടെ ഇത് റോങ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡയലക്ടിക്കൽ അപ്രോച്ച് മെത്തേഡ് നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതായത് മൊഡേണിറ്റിനെ കുറിച്ച് മുഖർജി പറഞ്ഞു വെക്കുന്നത് തന്നെ മൊഡേണിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ, എസ്പെഷ്യലി ഇന്ത്യൻ മൊഡേണിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും തന്നെ അതിനെ
ട്രഡീഷനിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഐസൊലേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് മൊഡേണിറ്റി ട്രഡീഷനിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്ത് വന്നതാണ്, അല്ലെങ്കിൽ അത് തമ്മിലൊരു ഡയലക്റ്റിക്കൽ ഡൈനാമിക്സ് ആണ്, റിലേഷൻ ആണ് ഉള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സോ ദാറ്റ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് ഹിയർ, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ 30th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ പറയാൻ പറ്റും കേട്ടോ. Okay, then going to 31st question, to Anthony Giddens, to Giddens ഉദ്ദേശിച്ചത് ആന്റണി ഗിഡൻസ് ആണെന്നുള്ളത് ലൈക്ക് ഒബിയസ് ആണല്ലോ അല്ലെ. സോഷ്യൽ തിയറൈസിങ് ഇൻവോൾവ്സ് സോക്രൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോഷ്യൽ തിയറൈസിങ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേട്ടോ. Okay, leave it. Social theorizing involves A, single hermeneutic, and B, double hermeneutic, and C, dialectical hermeneutic, and D, ഹിസ്റ്റോറിക്കൽ ഹെർമന്യൂട്ടിക്. ഗിഡൻസിന്റെ തിയറീസ് പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സോഷ്യൽ തിയറൈസിങ് ഓൾവേസ് ഇൻവോൾവ്സ് ഡബിൾ ഹെർമന്യൂട്ടിക് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഡബിൾ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡബിൾ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സോഷ്യൽ തിയററ്റീഷ്യൻസ് സോഷ്യൽ പ്രാക്ടീസസിനെ ഒരു ആദ്യഘട്ടത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അതായത് സോഷ്യൽ പ്രാക്ടീസസിനെ സോഷ്യൽ തിയററ്റീഷ്യൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആ ഇന്റർപ്രിട്ടേഷൻ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിലെ ആളുകളുടെ അവരുടെ ഇന്റർപ്രിട്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എപ്പോഴും സോഷ്യൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തിയറൈസേഷൻസ് വരുന്നത് സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിലെ പ്രാക്ടീസസിനെയും അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെയും കണ്ടക്ടിനെയും അല്ലെങ്കിൽ പാറ്റേൺസിനൊക്കെ പഠിച്ചിട്ടാണ്. ആ ഇന്റർപ്രിട്ടേഷൻ അതേസമയം തന്നെ ആക്ടേഴ്സിന്റെ ഇന്റർപ്രിട്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും സോഷ്യൽ തിയറൈസിംഗ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി ഡബിൾ ഹെർമന്യൂട്ടിക് ലെവലിലാണ് വർക്ക് ചെയ്യുക എന്നാണ് ഗിഡൻസ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഈസ് ഡബിൾ ഹെർമന്യൂട്ടിക്, വിച്ച് ഈസ് ഓപ്ഷൻ ബി. And 32nd question, which one of the following is not correct about P. Berger and Thomas Luckman? T. Luckman. Understandings of knowledge അല്ല, അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് നോളജ് എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. ബർജറിന്റെയും ലുക്മാൻ ഏത് രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ബർജറിന്റെയും ലുക്മാന്റെയും നോളജിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് വൺ ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ നോട്ട് കറക്റ്റ് ആണ്, അവിടെ ജസ്റ്റ് കറക്റ്റ് എന്ന് വായിച്ചു പോയാൽ നമ്മുടെ ആൻസറിങ് തെറ്റിപ്പോട്ടോ. Okay, first option is they are unconnected with validity of knowledge. B, they are deeply concerned about the validity of knowledge. C, they are concerned with the processes through which any body of knowledge gets recognized as reality. And fourth option is they focus not upon social facts but upon the creation of social meaning and inhuman interaction. ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഒന്നൊന്ന് ആൻസർ നമുക്ക് കൃത്യമായിട്ട് ആദ്യം അറിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പീറ്റർ ബർജറിനെയും ലൂക്മാനെയും അറിയില്ലെങ്കിൽ പോലും ഒരു പക്ഷെ ഈ 4 ഓപ്ഷൻസിൽ ഒരു പാറ്റേൺ നോക്കിയാൽ അവർ തമ്മിലുള്ള ഒരു അതിന്റെ മീനിങ്സ് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വായിച്ചാൽ തന്നെ ചിലപ്പം കോൺട്രഡിക്ഷൻസ് കണ്ടെത്താനും അതിൽ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതായിട്ട് ഒരു ഓപ്ഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാനും അത് ഓപ്ഷൻ ആക്കി എടുക്കാനും ഒക്കെ ഉള്ള ചാൻസസ് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ചിന്തിക്കാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു വഴി പറഞ്ഞു തന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെന്നുള്ളത് ഈ കേസിൽ എങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബർജറും ലൂക്മാനും ഒക്കെ അവരുടെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ള അവരുടെ ടെക്സ്റ്റിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മൊത്തത്തിൽ തന്നെ എങ്ങനെയാണ് നോളജ് ഉണ്ടായി വരുന്നത്, എങ്ങനെയാണ് നോളജ് നമ്മൾ വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന നോളജ് ഒക്കെ തന്നെയും എങ്ങനെയാണ് സ്ലോലി ഗ്രാജുവലി കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണല്ലോ. അപ്പം അവരുടെ കൺസേൺ ഒരിക്കലും നോളജിന്റെ വാലിഡിറ്റി അല്ല. അതായത് എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ എന്താണ് ആ നോളജ് ശരിയാണോ, ട്രൂത്ത് ആണോ, ഫോൾസ് ആണോ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതിനപ്പുറം ഓരോ നോളജും എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റഡ് റിയാലിറ്റി ആണ്. ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ളതാണ് അവരുടെ ടെക്സ്റ്റിന്റെ പേര് തന്നെ അല്ലെ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കുറെ നുവാൻസും കുറെ കോംപ്ലിക്കേഷൻസും ഉണ്ട് എല്ലാവരുടെ സ്റ്റഡീസിലും അവരുടെ കോൺസെപ്റ്റലൈസേഷനിലും ഒക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ക്രാക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാന്നേ ഉള്ളൂ. അപ്പോ ആ അർത്ഥത്തിൽ വാലിഡിറ്റി അല്ല, നോളജിന്റെ വാലിഡിറ്റി അല്ല അവരുടെ കൺസേൺ ഒരിക്കലും. നേരെ മറിച്ച്
എങ്ങനെയാണ് ഓരോ നോളജും, നമ്മൾ നോളജ് എന്ന് പറയുന്ന ഓരോ കാര്യവും ഉണ്ടായി വന്നത്, അത് നോളജ് ആയിട്ടുള്ള ഒരു അപ്രൂവൽ അതിന് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കോഴ്സസ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ കൺസേൺ. അതുകൊണ്ട് ബി ഓപ്ഷൻ ആണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക, അല്ലെ. ദേ ഡീപ്ലി കൺസേൺ അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് നോളജ് എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ നേരെ മറിച്ച് തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനൊക്കെ പറയുന്നത് നോക്ക്, നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. ദേ ആർ കൺസേൺ വിത്ത് പ്രോസസ്സസ് ത്രൂ വിച്ച് എനി ബോഡി ഓഫ് നോളജ് ഗെറ്റ്സ് റെക്കഗ്നൈസ്ഡ് ആസ് റിയാലിറ്റി. ഓരോ നോളജും റിയാലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവരുടെ കൺസേൺ. അത് തന്നെയാണ് അവരുടെ വർക്കിന്റെ ഒരു ഏറ്റവും ക്രെക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വർക്കിന് സെമറൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണത്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, ദേ ഫോക്കസ് അപ്പോൺ social facts upon which, but they focus not on social facts but on creation of social meaning in human interaction. അത് വ്യക്തമാണല്ലോ. കണക്ടർ ആയിട്ട് തന്നെ, തേർഡ് ഓപ്ഷൻ ആയിട്ട് കണക്ടർ ആയിട്ട് തന്നെയാണ് ഡി ഓപ്ഷൻ നിൽക്കുന്നത്. അതേസമയം എ ഓപ്ഷനിലോട്ട് ഇനി വരുമ്പോൾ ദേ ആർ അൺകണക്റ്റഡ് വിത്ത് ദ വാലിഡിറ്റി ഓഫ് നോളജ്. അൺകണക്റ്റഡ് എന്നുള്ളത് ഒരു റൂട്ട് വേർഡ് ആണെങ്കിൽ പോലും ഇവിടെ ഇവരെ പീറ്റർ ബർജർ ആയിട്ടും ലുക്മാനൊക്കെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഓക്കെ, അവർക്ക് വാലിഡിറ്റി ഓഫ് നോളജ് അല്ല അവരുടെ കൺസേൺ എന്നുള്ളത് കൊണ്ട് സിംപ്ലി യൂസ് ചെയ്ത വേർഡിന് ചിലപ്പം പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ കൂടെ അതിന്റെ ഒരു സെൻസ് ക്ലിയർ ആണല്ലോ, അല്ലെ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് വ്യക്തമാണ്. സോ 32nd ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് ബി. ഓക്കെ, നൗ ഗോയിങ് ഫോർവേഡ് ടു 33rd ക്വസ്റ്റ്യൻ. The value of an individual's labor power, which is left over when an employer has repaid the cost involved in hiring a worker, is called in Marxian term. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്, പക്ഷെ അതൊന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അതായത് എംപ്ലോയർ വർക്കറെ ഹയർ ചെയ്യുമ്പോൾ ഹയർ ചെയ്യാനുണ്ടായ കോസ്റ്റ് എമൗണ്ട് പേ ചെയ്തതിന് ശേഷവും ബാക്കി വരുന്ന ലേബർ പവർ, ഒരു ഇൻഡിവിജ്വലിന്റെ ലേബർ പവറില് ബാക്കി വരുന്ന ലേബർ പവറിനെ എങ്ങനെയാണ് വിളിക്കുക, അല്ലെങ്കിൽ ആ ലേബർ വാല്യൂ എന്താണ്, ലേബർ പവറിന്റെ വാല്യൂവിന് മാർക്സിയൻ ടേമിൽ എന്ത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1-2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട്. ഒരുപക്ഷെ വളരെ ഇലാബറേറ്റീവ്ലി ഇങ്ങനൊരു, അതും ഒരു സ്മൂത്ത് ഫ്ലോയിലല്ലാണ്ട് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? യൂസ് വാല്യൂ എന്താ, എക്സ്ചേഞ്ച് വാല്യൂ എന്താ, ലെഫ്റ്റ് ഓവർ വാല്യൂ എന്താ, എസ്പെഷ്യലി യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാലോ. അതൊന്നും എല്ലാ ഓപ്ഷൻ എന്നുള്ളത് ക്ലിയർ ആണ് ഏതായാലും, അല്ലെ. ഞാൻ അതിനൊന്നും ഡെഫിനിഷൻസിലോട്ടും ബാക്കി കോംപ്ലിക്കേഷൻസിലോട്ടും കടക്കുന്നില്ല. നമ്മുടെ സൈറന്റെ കുറെ ലൈവ്സിലൊക്കെ ഇതൊക്കെ കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഏതായാലും ആൻസർ വരുന്നത് സെറ്റ് പ്ലസ് വാല്യൂ, അല്ലെ. സെറ്റ് പ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഈ സെറ്റ് പ്ലസ് വാല്യൂവിന്റെ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പൊ എംപ്ലോയർ വർക്കറിനെ നിയമിച്ച സമയത്ത്, അല്ലെങ്കിൽ വർക്കർക്ക് കൊടുക്കേണ്ട വേജ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് എവിടുന്ന വരുന്ന, വർക്കറിനെ വർക്ക് ചെയ്യിപ്പിച്ച വർക്കറിന് പണിയെടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലേബറിന്റെ വാല്യൂയിൽ നിന്ന് എംപ്ലോയർ ആൾക്ക് വേജ് കൊടുക്കുന്നു. പക്ഷെ അതിൽ എക്സ്ട്രാ വരുന്ന എമൗണ്ട്, എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പ്ലോയിറ്റേഷന്റെ ആസ്പെക്ട് ഒക്കെ വളരെ വ്യക്തമാണല്ലോ. അപ്പോ സെറ്റ് പ്ലസ് ആയിട്ട് വരുന്ന വാല്യൂവിനെയാണ് സെറ്റ് പ്ലസ് വാല്യൂ എന്ന് പറയുക, അല്ലെ. അറിയുന്ന കാര്യം ആയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഏതായാലും 33rd ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഈസ് സെറ്റ് പ്ലസ് വാല്യൂ എന്നുള്ള ബി ഓപ്ഷൻ ആണ്, അല്ലെ. വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽസ് ലേബർ പവർ ആണല്ലോ വാല്യൂ ആയിട്ട് മാറുന്നത്, അല്ലെ. ഇത് അങ്ങോട്ടൊന്നും കടക്കണ്ടെന്ന് വിചാരിക്കുന്നു. Okay, 34. The collective bargaining usually center around sharing profit, job security and good working conditions, job satisfaction, job security and new technology, exploitation, profit generation and reinvestment, and fourth one is corporate responsibility, global networking and profit sharing. ഇതിൽ ഏതാണ് collective bargaining എന്നുള്ളത്, ഏതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ്, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ് മേജർലി യൂസ് ചെയ്യാറുള്ളത് എന്നാണ്, അല്ലെ. അറിയുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 1-2 തവണ വായിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ആലോചിച്ചാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. എവിടെയാണ് ബാർഗൈനിങ്ങിന് ഒരു സ്കോപ്പ് ഉള്ളത്, ഏതൊക്കെ ഓപ്ഷൻസിലെ കാര്യങ്ങൾക്കാണ് ബാർഗൈനിങ്ങിന് സ്കോപ്പ് ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്താൽ
അപ്പോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഷെയർ ഇൻ പ്രോഫിറ്റ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. നോർമലി കൽക്കി ബാർഗനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എംപ്ലോയേഴ്സിന്റെയും ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തമ്മിലും, എംപ്ലോയേഴ്സും ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെ ആയിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതായാലും ഈ യൂണിയൻസും എംപ്ലോയേഴ്സും, ജോലി കൊടുക്കുന്നവരും ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള നെഗോസിയേഷൻസിനെയാണ് നമ്മൾ കളക്ടീവ് ബാർഗനിങ് എന്ന് പറയുക അല്ലെ. ലൈക്ക് ആ ഒരു സിനാരിയോ ഒരു ലേബർ സിനാരിയോയിലാണ് നമ്മൾ ഈ കളക്ടീവ് ബാർഗനിങ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയേഴ്സും ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസും തമ്മിലുള്ള നെഗോസിയേഷൻ ഓൺ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻസിന്റെ കാര്യത്തിൽ, വേജസിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി, അതുപോലെയുള്ള എംപ്ലോയ്മെന്റ് ടേംസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ബാർഗനിങ്ങിനെയാണ് നമ്മൾ കളക്ടീവ് ബാർഗനിങ് എന്ന് പറയുന്നത്. കളക്ടീവ് ബാർഗനിങ് എന്ന് പറയാൻ കാരണം ഒരു ഇൻഡിവിജ്വൽ ബോസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാ, നെഗോസിയേറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറം അതിൽ കളക്ടീവ്ലി ഈ കാര്യങ്ങളുമായിട്ട് അവരുടെ കൺസേൺസ് റേസ് ചെയ്യുന്നതിനാണ്. ലേബേഴ്സ് കളക്ടീവ്ലി അവരുടെ കൺസേൺസ് ഇപ്പൊ യൂണിയൻസിലൂടെ അല്ലെങ്കിൽ വേറെ സെറ്റപ്സിലൂടെയൊക്കെ എംപ്ലോയേഴ്സിന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്ടീവ് ബാർഗനിങ് എന്ന് പറയാം. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയും മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ തന്നെ ഇവരുടെ കൺസേൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലൈക്ക് റൈറ്റ്ലി ഫിറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ലൈക്ക് കളക്ടീവ് ബാർഗനിങ്ങിന്റെ നെഗോസിയേഷൻ റിലത്തില് വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ട്ടോ. And then going on to 35th question, integrate the working class into capitalist societies, making them less likely to become a radical or revolutionary force. The statement is related to ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു കളക്ടീവിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഓക്കെ, ഏതായാലും ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഔട്ട് ഓഫ് 4 ഓപ്ഷൻസ് ഏതാണ് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് പിയർ ഗ്രൂപ്പ്. അതായത് വർക്കിംഗ് ക്ലാസ്സിനെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലോട്ട് ഒരു പരിധി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സോ ദാറ്റ് മേക്കിംഗ് ദം ലെസ് ലൈക്ലി ടു ബിക്കം റാഡിക്കൽ. റെവല്യൂഷണറി അറ്റംപ്റ്റ്സിൽ നിന്നൊക്കെ മാറ്റി ഒരു പരിധി വരെ അവരെ നിലവിലുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റൽ സ്ട്രക്ചറിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. And the answer is, you might know, like political parties എന്താ, interest group എന്താ, peer groups എന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ trade unions ആണ് അതിന്റെ ആൻസർ എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആണ് അല്ലെ. ട്രേഡ് യൂണിയൻസ് എന്താ ചെയ്യുന്നത്, ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കളക്ടീവ് ബാർഗനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽസ് ബാർഗൻ ചെയ്യാന്നുള്ളതിനപ്പുറം യൂണിയൻസ്, ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെ ആയിരിക്കും ആ ഒരു നെഗോസിയേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞല്ലോ അല്ലെ, എംപ്ലോയേഴ്സുമായിട്ട്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള നെഗോസിയേഷൻ നടത്തുന്ന, ഇൻ സം സെൻസ് ആ നെഗോസിയേഷൻ നടത്തുക എന്നുള്ളതാണല്ലോ ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് ആസ് എൻ എംപ്ലോയേഴ്സ് ആയിട്ടുള്ള വർക്ക് കൊടുക്കുന്നവരായിട്ടുള്ള നെഗോസിയേഷനിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ വർക്കേഴ്സിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, അവരുടെ ബെറ്റർ ലൈഫ് ഓപ്പർച്യൂണിറ്റീസും ലൈഫ് ക്വാളിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ പോസിബിൾ ആക്കുന്ന നെഗോസിയേഷൻസിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നിലവിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ തന്നെ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആണ്, വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആണ് ട്രേഡ് യൂണിയൻസ് സീക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് യൂണിയൻസ് വഴി നടക്കുന്ന ചെറിയ മിനിമം നെഗോസിയേഷൻസിലൂടെ, അല്ലെങ്കിൽ നെഗോസിയേഷൻസിലൂടെ ആളുകൾക്ക്, വർക്കേഴ്സിന് ക്വാളിറ്റി ഓഫ് ലൈഫ് ചെറുതായിട്ടെങ്കിലും ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് റെവല്യൂഷണറി തോട്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള റെവല്യൂഷണറി ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ റെവല്യൂഷണറി ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നോ പിന്മടങ്ങി നേരെ മറിച്ച് നിലവിലുള്ള സ്ട്രക്ചറിലോട്ട് കുറച്ചുകൂടെ അസിമുലേറ്റഡ് ആവുകയും ചെയ്യും അല്ലെ. ഇപ്പൊ ട്രേഡ് യൂണിയൻസ് ഇൻ സം സെൻസ് ചെയ്യുന്നത് എന്താ എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ട്രേഡ് യൂണിയൻസ് ട്ടോ. Okay, now going to 36th question. Which one of the following is not a demand of peasant movements in India? ഇന്ത്യയിൽ പെസന്റ് മൂവ്മെന്റ്സിന്റെ ഡിമാൻഡ്സിൽ പെടാത്ത കാര്യം എന്താണ് എന്നുള്ളതാണ്. ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഫെർട്ടിലൈസർ സബ്സിഡി ഉണ്ട്, ടെനൻസി റൈറ്റ്സ്, ഹയർ വേജ് ഫോർ അഗ്രികൾച്ചർ ലേബർ. ഇതും ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഫെർട്ടിലൈസർ സബ്സിഡി എന്നുള്ളത് പൊതുവെ പെസന്റ് മൂവ്മെന്റ്സിന്റെ ഒരു ഡിമാൻഡായിട്ട് പൊതുവെ വരാറില്ല അല്ലെ. അത് ഒട്ടും അങ്ങനെ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പെസന്റ് മൂവ്മെന്റ്സ് ഇപ്പോഴും, ഇപ്പൊ നടക്കുന്ന മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചാല് അതില് ഒരു ഡിമാൻഡായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഫെർട്ടിലൈസർ സബ്സിഡി ഒക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ ജനറലി സ്പീക്കിംഗ്
ലാർജ്ലി ബ്രോഡ്ലി ഇന്ത്യയിലെ പെസന്റ് മൂവ്മെന്റ്സിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും ടെനൻസി റൈറ്റ്സും ഹയർ വേജ് ഓഫ് അഗ്രികൾച്ചർ ലേബർ ഹയർ വേജ് ഒക്കെ എന്നും അവരുടെ കൺസേൺ ആയിരുന്നു. അപ്പം ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് വളരെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പോൾ ഫെർട്ടിലൈസർ സബ്സിഡി എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. Okay, then comes to 36th question. Which one of the following is not a feature of informal sector? Informal sector ന്റെ സർവീസ് സെക്ടറിന്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിന്റെ ഫീച്ചർ അല്ലാത്ത കാര്യം എന്താണ് ഓപ്ഷനിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് ലീഗൽ പ്രൊട്ടക്ഷൻ, ആബ്സെൻസ് ഓഫ് എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി, ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് ട്രേഡ് യൂണിയനിസം, ആബ്സെൻസ് ഓഫ് ജെൻഡർ സെഗ്രിഗേഷൻ. കുറെ കാര്യങ്ങൾ ആബ്സെൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ എഫക്റ്റീവ് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളത് ഇൻഫോർമൽ സെക്ടറിന്റെ പ്രത്യേകതയാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ആബ്സെൻസ് ഓഫ് എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ഇല്ലാണ്ടിരിക്കുക അല്ലെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോയി. ഇൻഫോർമൽ സെക്ടർ ആണല്ലോ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളത്, അതായത് ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇൻഫോർമൽ സെക്ടറിൽ നമുക്ക് ഒട്ടും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ആബ്സെൻസ് എന്നുള്ളത് ഇൻഫോർമൽ സെക്ടറിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇൻഫോർമൽ സെക്ടറിൽ. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ഇൻഫോർമൽ സെക്ടറിൽ ഒട്ടും ഇല്ലല്ലോ. ഇൻഫോർമൽ സെക്ടറിനെ ഇൻഫോർമൽ സെക്ടർ ആക്കുന്നതിന്റെ തന്നെ ഒരു വൺ ഓഫ് ദ മേജർ ആസ്പെക്ട്സ് ഈ എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ഇല്ലായിക എന്നുള്ളതായതുകൊണ്ട് അതും ഓക്കെയാണ്. ആൻഡ് ദെൻ ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് ട്രേഡ് യൂണിയൻസ് മേജർലി വർക്ക് ചെയ്യുന്നത് തന്നെ ഇൻഫോർമൽ സെക്ടറിലാണ് അല്ലെ. അതുകൊണ്ട് ആ ഓപ്ഷനും ശരിയല്ല. നോട്ട് എ ഫീച്ചർ എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ ഡി ഓപ്ഷൻ ആബ്സെൻസ് ഓഫ് ജെൻഡർ സെഗ്രിഗേഷൻ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് ഇൻഫോർമൽ സെക്ടറിന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അല്ലെ യാഥാർത്ഥ്യം. കാരണം മെനി റോൾസ് ലൈക്ക് എസ്പെഷ്യലി ഇൻഫോർമൽ സെക്ടറിലോട്ട് വരുമ്പോൾ ഫോർമൽ സെക്ടറിലും ഇൻഫോർമൽ സെക്ടറിലൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇൻഫോർമൽ സെക്ടറിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇങ്ങനെ ഒരു ആബ്സെൻസ് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇതാണ് ആൻസേഴ്സ്. മിക്കവാറും എല്ലാ സെക്ടറിലും തന്നെ ഇൻക്ലൂഡിങ് ഇൻഫോർമൽ സെക്ടറിൽ മെയിൻലി ചില റോൾസ് ചില ജെൻഡറിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ള സെഗ്രിഗേഷൻ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ആബ്സെൻസ് ഓഫ് ജെൻഡർ സെഗ്രിഗേഷൻ എന്നുള്ളതും ഇൻഫോർമൽ സെക്ടറിന്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, 37th ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ which one of the following is not a feature? Oh, same question repeat ചെയ്തോ? എനിക്ക് 36th ക്വസ്റ്റ്യനും 37th ക്വസ്റ്റ്യനും ഒരേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്റെ ഈ ഡോക്യുമെന്റിൽ ഇപ്പം കാണുന്നത്. ബട്ട് ആസ് ഫർ ആസ് ഐ റിമെമ്പർ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മേ ബി ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ പ്രീവിയസ് ഫയലിൽ തന്നെ. ഓക്കെ, 36 ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് 36 ഉണ്ടായി എന്നുള്ളതാണ് ഫയലിൽ സംഭവിച്ചു പോയത് അല്ലെ. അപ്പം ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഓർഡറിൽ നിങ്ങൾ എടുത്താൽ മതി. ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും ഇൻ എഫക്ട് 37th ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ആയിട്ടുണ്ട്. കാരണം 236 എന്നുള്ളത് ഫയലിൽ 2 നമ്പർ 36 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മൾ 37th ക്വസ്റ്റ്യൻ തന്നെയാണ് എഫക്റ്റീവ്ലി കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, 38th ക്വസ്റ്റ്യനിലോട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ women rights are human rights as an international policy for women's empowerment was accepted in an international conference of women health in women rights are human rights എന്ന് പറയുന്ന ഇന്റർനാഷണൽ പോളിസി ഏത് ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The answer is ബെയ്ജിങ് ട്ടോ. ബെയ്ജിങ് ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് വിമൻ റൈറ്റ്സിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള
ഒരു തീരുമാനം അല്ലെങ്കിൽ അർത്ഥത്തിൽ അഡ്വാൻസ്മെന്റ്സ് ഓഫ് വിമൻ ലൈക്ക് സ്ത്രീകളുടെ അഡ്വാൻസ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1955 ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായത്. ഈ ഡിക്ലറേഷൻ വിമൻ റൈറ്റ്സ് ലൈക്ക് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ വിമൻ റൈറ്റ്സ് അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വിമൻ റൈറ്റ്സും ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് ഗ്ലോബലി ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഈ കോൺഫറൻസിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഓക്കെ, then 39th question. 39th ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഹു among the following is not a scheduled tribe of India എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ കൊടുത്ത ഓപ്ഷൻസിൽ scheduled tribe ആയിട്ട് വരാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ബിൽസ് ഉണ്ട്, സാന്തൽസ് ഉണ്ട്, ഗുർജാസ് ഉണ്ട്. ഗുർജാസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആൻഡ് ദെൻ കംസ് ഹോ. ഇതിൽ ഓപ്ഷൻ എന്തായാലും സി ആണ് ഓപ്ഷൻ. ബിൽസും സാന്തൽസും ഹോയൊക്കെ സെക്ഷൻ 5 പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ 5 പ്രകാരം സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ട് എണ്ണി പറയുന്ന ട്രൈബ്സ് ആണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. സി, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നൗ കമ്മിങ് ടു 40th ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ നെറ്റിൽ എസ്പെഷ്യലി ലൈക്ക് അറ്റ്ലീസ്റ്റ് 2 3 ക്വസ്റ്റ്യൻസ് എങ്കിലും മാച്ച് ദ ഫോളോയിങ് പല സെക്ഷനായിട്ട്, ചിലത് ഓതേഴ്സും നമ്മൾ കൊടുത്ത പോലെ ബുക്സും ഓതേഴ്സും ഒക്കെ ആയിരിക്കാം, ചിലത് ഓതേഴ്സുമായിട്ട് ഫീൽഡ്സ് ഒക്കെ ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന ടെർമിനോളജീസ് ആയിരിക്കാം ഒരു സൈഡിൽ ഉണ്ടാവുക. അർത്ഥത്തിൽ പല രൂപത്തിലും മാച്ച് ദ ഫോളോയിങ്, അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടും അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ വൺ വേർഡ് വെച്ചിട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും മാച്ച് ദ ഫോളോയിങ് എന്നുള്ളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാച്ച് ചെയ്യുമ്പോൾ ചിലപ്പം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അറിയുന്ന ക്വസ്റ്റ്യൻസിൽ പോലും മാച്ച് ദ ഫോളോയിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ഒരു ആ ഒരു കയോസിൽ മാറിപ്പോകുന്നതൊക്കെ, അങ്ങനെയൊന്നും വരാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഇത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലും വന്നു പോയാൽ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉള്ള, കാരണം വളരെ കമ്പയറബിൾ ആയിട്ടുള്ള പേരുകളാണ് എല്ലാ ടെക്സ്റ്റിന്റെയും. അപ്പോ ആ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ടെക്സ്റ്റുകളും ഓതേഴ്സിനെകളും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതേപോലെ കമ്പയറബിൾ ആയിട്ടുള്ള വേറെയും കുറേ ടെക്സ്റ്റ്, മെയിൻ സോഷ്യോളജിസ്റ്റുകളുടെ ടെക്സ്റ്റുകൾ തന്നെ നോക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഫാമിലി കിൻഷിപ്പ് ആൻഡ് മാരേജ് എന്നുണ്ടെങ്കിൽ ആ മാരേജ് എന്നുള്ളതൊന്ന് സെക്കൻഡിലോട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് ഇട്ടാൽ, അങ്ങനെ ജസ്റ്റ് ഫ്രേസിങ്സ്, ഇപ്പൊ ഒരു ഫ്രേസിലെ വേർഡിങ്സില് മാറ്റം വന്നിട്ട് പോലും ടെക്സ്റ്റിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ അപ്പോസ്ട്രോഫി വരുമ്പോഴേക്കും കാര്യം മാറുന്നൊക്കെ കാണാം. ആ രൂപത്തിൽ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ. ഓക്കെ, 40th ക്വസ്റ്റ്യൻ. മാക്യുമാരിറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. മാക്യുമാരിറ്റിന്റെ ടെക്സ്റ്റ് ആയിട്ട് ഇതിൽ ഏതാണ് പറയുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കാൻ പറ്റുമോ? വില്ലേജ് ഇന്ത്യ ആണ് അല്ലെ മാക്യുമാരിറ്റിന്റെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിന്റെ പേര് ലൈക്ക് ഇന്ത്യൻ വില്ലേജസിനെ പഠിച്ചിട്ടുള്ള റൂറൽ ലൈഫും സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ്. മാക്യുമാരിറ്റിന്റെ വില്ലേജ് ഇന്ത്യ വില്ലേജ് ഇൻ ഇന്ത്യ അല്ല, വെറും വില്ലേജ് ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേര്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. അതേപോലെ ശ്രീനിവാസിന്റെ ബുക്കാണ് ഇന്ത്യാസ് വില്ലേജ്. അതിൽ സംശയം ഉണ്ടാവില്ല, എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും ഇന്ത്യാസ് വില്ലേജ്. പക്ഷെ അതേസമയം തന്നെ ശ്രീനിവാസിന് വേറൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, വില്ലേജ് എന്നുള്ളൊരു പേര് ടൈറ്റിൽ വരുന്ന, അല്ലെങ്കിൽ കമ്പയറബിൾ ആയിട്ടുള്ള റിമെമ്പേർഡ് വില്ലേജ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഫേമസ് ടെക്സ്റ്റിനെ കുറിച്ചും പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്. രാംപുരയിലൊക്കെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം അല്ലെ അവിടെ ഫീൽഡ് വർക്ക് നടത്തിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ഇന്ത്യാസ് വില്ലേജ് എന്നുള്ള ബുക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എം.എൻ. ശ്രീനിവാസിന്റെ. ആൻഡ് ദെൻ ബി.ആർ. ചൗഹാൻ രാജസ്ഥാൻ വില്ലേജ് എന്നുള്ളതാണ് ഇവിടെ മാച്ച് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് രാജസ്ഥാൻ വില്ലേജ് എന്നുള്ളതാണ്. എസ്.എ. ദുബെ വില്ലേജ് ഇന്ത്യ കേട്ടോ. ഇതൊക്കെ നോക്കൂ, വില്ലേജ് ഇന്ത്യ, ഇന്ത്യൻ വില്ലേജ്, ഇന്ത്യാസ് വില്ലേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആൻസേഴ്സ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മിക്കവാറും ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് എക്സാമിലെ മിക്കവാറും കോമ്പിനേഷൻസിലൊക്കെ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഓപ്ഷൻസിൽ വരാറുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു കോമ്പിനേഷനെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതിനെ മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും മിക്കവാറും. അങ്ങനെയാണ്, എല്ലായ്പ്പോഴും എന്നല്ല പറയുന്നത്, പക്ഷെ മോസ്റ്റ്ലി അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതുകൊണ്ട് ആസ് എ ഫോളോയിങ് നിങ്ങൾക്ക് ഒരേ സമയം
വെല്ലുവിളിയാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ കൂടി അതേസമയം തന്നെ ഒരു ഓപ്ഷൻ ഒരു കോമ്പിനേഷൻ അറിയെങ്കിൽ തന്നെയും നമുക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ ഫസ്റ്റിൽ 1-2 അല്ലെങ്കിൽ 3 എനിക്ക് അറിയില്ല, അയ്യോ ടഫ് ആണല്ലോ എന്ന് ആലോചിച്ച് മൊത്തം ബോക്സ് മൊത്തം ഒന്ന് വായിക്കുക പോലും ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 41st ക്വസ്റ്റ്യൻ. Who defined peasants as small agriculture producers who with the help of simple equipments and the labor of their families produce mostly for their own consumption, direct or indirect, and for the fulfillment of obligations to holders of political and economic power. Peasants എന്നുള്ള പെസൻസിന് പെസൻട്രിക്ക് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് സ്മോൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആണ് പെസൻസ് എന്ന് പറയുമ്പോൾ സ്മോൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആണ് യൂസിങ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് സ്വന്തം ഫാമിലീസിനും അതേപോലെ തന്നെ സൊസൈറ്റിയിലെ പവർ ഹോൾഡേഴ്സിനും കൺസംഷന് വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് പെസൻസ് എന്ന് പറഞ്ഞു വെച്ചത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. ബെത്തെ, ഷാനിൻ, ദേശായി ആൻഡ് ഷൈനൂർ എന്നുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതില് അതില് ഷാനിനാണ് ഓപ്ഷൻ വരുന്നത് അല്ലെ? തിയഡോർ ഷാനിന് പെസൻ സോഷ്യോളജി ഓഫ് പെസൻട്രി അല്ലെങ്കിൽ പെസൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇത് കേട്ടോ. അങ്ങനെ തന്നെ പെസൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് ഓടിയെത്തേണ്ട വൺ ഓഫ് ദ നെയിംസിൽ പെട്ടതാണ് ഷാനിൻ കേട്ടോ. അപ്പൊ ഈ ഡെഫിനിഷൻ ഷാനിന്റെ ഡെഫിനിഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. Then going to 42nd question. Gary Slapper and Steve Toms have studied which of the following crimes? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്രൈമിനെ കുറിച്ചാണ് ഇവര് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൈറ്റ് കോളർ ക്രൈം ഉണ്ട്, സൈബർ ക്രൈം ഉണ്ട്, കോർപ്പറേറ്റ് ക്രൈംസ് ഉണ്ട്, ഓർഗനൈസ്ഡ് ക്രൈംസ് ഉണ്ട്. അറിയുന്നുണ്ടാവും ആർക്കെങ്കിലും? ഒന്ന് ഓർത്താൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഏതായാലും ഓപ്ഷൻ ഈസ് കോർപ്പറേറ്റ് ക്രൈം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സി ഓപ്ഷൻ. ഇവർ രണ്ടുപേരും കോർപ്പറേറ്റ് ക്രൈം എന്ന് പറയുമ്പോൾ പ്രൈമറിലി കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന ഇല്ലീഗൽ ആൻഡ് എത്തിക്കൽ ആക്ടിവിറ്റീസ് carried out both by corporations and individuals working in there എന്നുള്ള അർത്ഥത്തിൽ കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന ക്രൈംസിനെ, അത് സിസ്റ്റമിക് ഇഷ്യൂസ് ലൈക്ക് മോസ്റ്റ്ലി അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റമിക് ലെവലിൽ കൂടെ കോർപ്പറേറ്റിന്റെ അതിന്റെ സ്ട്രക്ചേഴ്സും അതിലത്തെ റെഗുലേഷൻസും ഒക്കെ ഇനേബിൾ ചെയ്യുന്ന ക്രൈംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ക്രൈം എന്നുള്ള അർത്ഥത്തിൽ ഒരു കോയിനേജ് ആദ്യമായിട്ട് എന്നുള്ളതിനപ്പുറം അതിനെ ഇലാബറേറ്റ്ലി പഠിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ് സ്ലാപ്പറിന്റെയും ടോംസിന്റെയും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ദെൻ ഗോയിങ് ടു 43rd ക്വസ്റ്റ്യൻ. ദ ബുക്ക് ദ മദേഴ്സ് വാസ് റിട്ടൺ ബൈ, ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും മദേഴ്സ് എന്നുള്ള ബുക്ക് ഒരു ആന്ത്രപ്പോളജി, ഒരു ഗ്രേറ്റ് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയാണ്. ആരാണ് അതിന്റെ ഓതർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാർഗരറ്റ് മീഡ് ഉണ്ട്, മാർഗരറ്റ് താച്ചർ ഉണ്ട്, ബ്രിഫോർട്ട് ഉണ്ട്, ആൻഡ് കിങ്സ്ലി ഡേവിസ് ഉണ്ട് അല്ലെ? ആൻസർ ഈസ് റോബർട്ട് ബ്രിഫോർട്ട്. അതായത് ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. മദേഴ്സ് 1927 റിലീസ് ചെയ്തിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കാണ് മദേഴ്സ്. അതായത് സൊസൈറ്റിയിൽ മദേഴ്സിന്റെ റോള്, അത് സിംപ്ലി മദേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞ അപ്പുറം മദർഹുഡിനെ കുറിച്ച്, അവരുടെ മെറ്റേണൽ ഇൻസ്റ്റിങ്സിനെ, മെറ്റേണൽ ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മെറ്റേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൾച്ചറൽ സോഷ്യൽ നോംസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയാണ്. ഹ്യൂമൻ സിവിലൈസേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററിയിലൊക്കെ ജനറലി മദേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റലൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ അന്വേഷണം പോയിട്ടുള്ള സ്റ്റഡിയാണ് ബ്രിഫോർട്ടിന്റെ വർക്ക്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. ഇനി 44th ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ സെറിമണീസ് ദാറ്റ് മാർക്ക് എ ക്രിട്ടിക്കൽ ട്രാൻസിഷൻ in the life of an individual from one phase of life cycle to another. Ceremonies that mark a critical transition in the life of an individual from one phase of a life cycle to another. ലൈഫ് സൈക്കിളിലെ ഒരു സ്റ്റേജിൽ നിന്ന്, ഒരു ഫേസിൽ നിന്ന് അടുത്തൊരു ഫേസിലോട്ടുള്ള ട്രാൻസിഷനെ മാർക്ക് ചെയ്യുന്ന
ടെർമിനോളജി ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റോൾ ടേക്കിംഗ്, റൈറ്റ് ഓഫ് പാസേജ്, സ്റ്റാറ്റസ് ക്രിസ്റ്റലൈസേഷൻ, സ്റ്റാറ്റസ് സെറ്റ്. ഇത് അറിയുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളിപ്പോ ഡേ ടു ഡേ ലൈഫിൽ അതിന്റെ ഭാഗമായിട്ട് പോലും നമ്മൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. റൈറ്റ്സ് ഓഫ് പാസേജ് എന്നുള്ളത്, സോ റൈറ്റ്സ് ഓഫ് പാസേജ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. വാൻ ഗെന്നപ്പ് ഒക്കെ റൈറ്റ്സ് ഓഫ് പാസേജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോ ബർത്ത്, പ്യൂബർട്ടി, മാരേജ്, ഡെത്ത് എന്നുള്ളതൊക്കെ എന്ന അർത്ഥത്തിലൊക്കെ ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് സ്റ്റേജസിന്റെ ട്രാൻസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഡിഫറെന്റ് ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സ്റ്റേജസ് ഒക്കെ റൈറ്റ്സ് ഓഫ് പാസേജ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട് അല്ലെ. അതിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് ഇന്നും നടക്കുന്നുണ്ട്, കുറെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സൊസൈറ്റൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഓരോ കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടൊക്കെ ഇതിന് അതോട് ചുറ്റിപ്പറ്റിയുള്ള നോംസും സാങ്ഷൻസും അതിനപ്പുറം അവരുടെ ഒരു മോഡ് ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ ഡിഫറെന്റ് സ്റ്റഡീസ് ഓരോ കമ്മ്യൂണിറ്റിന്റെയും അതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചൊക്കെ അത് എനേബിൾ ചെയ്യുന്ന പവർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഏതായാലും 45th ക്വസ്റ്റ്യൻ. The looking glass self means that we learn who we are. Looking glass self ചാൾസ് കൂലിയുടെ തിയറി ആണ് അല്ലെ. അത് പ്രപ്പോസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മള് മീൻസ് ദാറ്റ് വി ലേൺ ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് പഠിക്കുന്നത് എങ്ങനെയാണ്? ബൈ സെൽഫ് ഫീലിംഗ്, ബൈ an act of imitation, by other people's experience with us, by imagining ourselves to become someone else, to be someone else എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. അതിൽ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് ആണ് അല്ലെ. അതായത് ബാക്കിയുള്ളവരുടെ പെർസെപ്ഷൻ, അതേഴ്സിന്റെ പെർസെപ്ഷൻ നമ്മളെ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷൻ നമ്മളെ മിറർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മിറർ ചെയ്യുന്നത് അവരുടെ പെർസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളത് അവരുടെ പെർസെപ്ഷൻ ആണ്. അവരുടെ പെർസെപ്ഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ പെർസെപ്ഷൻ നമ്മുടെ മിറർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. നമ്മൾ അതേഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ അവരുടെ പെർസെപ്ഷനിലൂടെ നമ്മൾ നമ്മളെ കാണുന്നു. മിറർ എന്നുള്ള അനാലജി, ലുക്കിംഗ് ഗ്ലാസ് എന്നുള്ള അനാലജി അവിടെ വരുന്നത് കൃത്യമാണല്ലോ. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? നമ്മളിപ്പോ പറഞ്ഞത് പ്രകാരം തന്നെ ബൈ അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ് വിത്ത് us, റൈറ്റ്? സി ഓപ്ഷൻ ആണ് അതുകൊണ്ട് ആൻസർ ആയിട്ട് വരിക അല്ലെ. 45th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ബാക്കിയുള്ളവര് നമ്മളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വിത്ത് അസ് എന്നുള്ളതിലൂടെയാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. Now going on to 46th question, which of the following concepts are applied to analyze the process of civilization change? Civilization, ഒരു ലാർജ് സിവിലൈസേഷൻ ചേഞ്ചിന് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തിയറീഷ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജമൈൻ ഷാഫ്റ്റും ജസൽ ഷാഫ്റ്റും ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. അതായത് ഫെർഡിനൻഡ് ടോണീസിന്റെ കോൺസെപ്റ്റ്സ് ആണ് അല്ലെ. എനിക്ക് അറിയുന്നുണ്ടാവുമല്ലോ, ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനൻഡ് ടോണീസും ജമൈൻ ഷാഫ്റ്റ്. അതായത് സൊസൈറ്റിയിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസിങ്, എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ ലെവൽ ഓഫ് ഓർഗനൈസേഷനപ്പുറം അതിന്റെ ഒരു വേർബ് എന്നുള്ള സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ ഓർഗനൈസേഷൻ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സൊസൈറ്റി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ള സ്റ്റഡിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ജമൈൻ ഷാഫ്റ്റ്, ജസൽ ഷാഫ്റ്റ് എന്നുള്ള 2 കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിലും മറ്റൊന്ന് സൊസൈറ്റി എന്നുള്ള അർത്ഥത്തിലും. ഡയറക്റ്റ് പേഴ്സണൽ റിലേഷൻസ് ആയിട്ട്, ഒന്ന് ഇൻഡയറക്റ്റ് ഇംപേഴ്സണൽ റിലേഷൻസ് ആയിട്ടൊക്കെ അദ്ദേഹം കുറച്ചുകൂടെ ലാർജർ ബ്രോഡർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിട്ടൊക്കെ ജസൽ ഷാഫ്റ്റിനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന നോക്കുന്നുണ്ട്. ജക്ക് റാഷണൽ, വെബ് റാഷണൽ എന്നുള്ളത് എന്താ നമുക്ക് അറിയാലോ, വെബറിന്റെ റാഷണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ. അത് അദ്ദേഹത്തിന്റെ സിവിലൈസേഷൻ ചേഞ്ച് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ ടോണീസിന്റെ കോൺസെപ്റ്റും ഒരു സിവിലൈസേഷണൽ ചേഞ്ച് എന്നുള്ള അർത്ഥത്തിലാണോ അവർ പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ളതും ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ആൻഡ് തേർഡ് കംസ് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി അല്ലെ. ഡർഖൈമിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തിയറൈസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ നിന്ന് ഓർഗാനിക് സോളിഡാരിറ്റിയിലോട്ടുള്ള റെവല്യൂഷൻ ആണ് നടക്കുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ ഇന്റർഡിപെൻഡന്റ് ആവും. അതിന്റെ ഭാഗമായിട്ട് ഓർഗാനിക് സോളിഡാരിറ്റി ഡെവലപ്പ് ചെയ്തു വരും എന്നുള്ളതൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ദെൻ സെൻസേറ്റ് ആണ് കേട്ടോ, SE ആണ് കേട്ടോ. സെൻസേറ്റ് ആൻഡ് ഐഡിയേഷണൽ കൾച്ചർ എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. സെൻസേറ്റും ഐഡിയേഷണൽ കൾച്ചറും ഒക്കെ ആരുടെ തിയറൈസേഷനിന്റെ ഭാഗമാണ്? പരേറ്റോയുടെ അല്ലെ. പരേറ്റോ, സെൻസേറ്റ്, ഐഡിയേഷണൽ, ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്
സിവിലൈസേഷന്റെ സ്റ്റേജസ് ആയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു ഡിവിഷൻ അല്ലെ. അതായത് സെൻസേറ്റിന്റെയും ഐഡിയേഷണൽ സ്റ്റേജസിന്റെ ഇടയിൽ സൊസൈറ്റി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൾച്ചേഴ്സ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു സിവിലൈസേഷൻ, ഒരു സെൻസേറ്റ് സിവിലൈസേഷനിൽ നിന്ന് ഐഡിയേഷൻ ത്രൂ ഐഡിയലിസ്റ്റിക് സിവിലൈസേഷനിലൂടെ നമ്മൾ ഐഡിയേഷണൽ സ്റ്റേജിലോട്ട് എത്തും, പിന്നീട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സിവിലൈസേഷണൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. സെൻസേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എംപിരിക്കൽ സെൻസോറിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് കുറച്ച് ടെക്നോളജിക്കൽ സയൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലീജിയസ് സ്ക്രിപ്റ്റ് ലൈക്ക് ട്രാൻസെൻഡന്റൽ റിയാലിറ്റിയിലൊക്കെ സ്പിരിച്വൽ റിലമിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിവിലൈസേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട്സ് ആണ് അവിടെ വിൻ ചെയ്യുന്നതെങ്കിൽ സെൻസേറ്റ് അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഐഡിയലിസ്റ്റിക് സിവിലൈസേഷൻ അതിന്റെ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഈ അർത്ഥത്തിൽ ഈ ഒരു ഓസിലേഷൻ ആണ് സൊസൈറ്റീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സിവിലൈസേഷൻസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പരേറ്റോ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. സിവിലൈസേഷണൽ ചേഞ്ചിനെ കുറിച്ച് പറയുന്നത് കൃത്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക്കൽ സോളിഡാരിറ്റി ഒക്കെ ഒന്നിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ഓക്കെ, ഡർക്കൈമിന്റെ തിയറൈസേഷൻ വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ മുന്നേ അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, നമ്മളങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ, കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഇത്രയും റിഗ്രസ് ആകുന്നതിന് മുമ്പ് ഒരു സിവിലൈസേഷൻ കടന്നു പോയിട്ടുള്ളത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയിലാണ്. മറ്റേത് ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഡിവിഷൻ ഓഫ് ലേബർ ഭയങ്കര റിഗ്രസ് ആയ സമയത്ത് ഓർഗാനിക് സോളിഡാരിറ്റി ഡെവലപ്പ് ചെയ്തു വന്നു. അപ്പോൾ ഒരു പുതിയ സിവിലൈസേഷൻ ഉള്ള അർത്ഥത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ കൂടെ വളരെ ഡയറക്റ്റ് ആയിട്ട് സിവിലൈസേഷണൽ സ്റ്റഡി സിവിലൈസേഷൻസിന്റെ റെവല്യൂഷൻ പറഞ്ഞുകൊണ്ട് തന്നെ പരേറ്റോ പറഞ്ഞു വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് റൈറ്റ് ആൻസർ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സെൻസേറ്റ് ആൻഡ് ഐഡിയേഷൻ കൾച്ചർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ നിങ്ങൾ എപ്പോഴും ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് തോട്ടുകൂടെ കൊടുക്കുക. കുറെ ആലോചിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ കുറെ ആലോചിച്ച് മല കയറി പോയി റൈറ്റ് ആൻസർ ഒന്ന് തെറ്റിപ്പോണോ എന്നുള്ളതല്ല, നേരെ മറിച്ച് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പലതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ക്വസ്റ്റ്യനുമായിട്ട്. Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ 47th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അപ്ലിക്കബിൾ ടു പരേറ്റോസ് ലോജിക്കൽ ആക്ഷൻ? ലോജിക്കൽ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. സബ്ജക്റ്റീവ്ലി ലോജിക്കൽ ആക്ഷൻ, ഒബ്ജക്റ്റീവ്ലി ലോജിക്കൽ ആക്ഷൻ ആൻഡ് ബോത്ത് സബ്ജക്റ്റീവ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ലോജിക്കൽ ആക്ഷൻ, നൺ ഓഫ് ദി അബവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ബോത്ത് സബ്ജക്റ്റീവ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ലോജിക്കൽ ആക്ഷൻ. Both subjectively and objectively logical action is applicable to Pareto's logical action, which refers to actions logically thought out and effective in achieving goals. അതായത് ഒരേ സമയം സബ്ജക്റ്റീവ് ലോജിക്കൽ ആക്ഷന്റെ ഒരു സബ്ജക്റ്റീവ് ആസ്പെക്ടിനെ കുറിച്ച് പരേറ്റോ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെയും, അതായത് ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ലോജിക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആക്ഷന്റെ ലോജിക് കിടക്കുന്നത് സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണെന്ന് പറയുമ്പോൾ തന്നെയും ആ ലോജിക് ഒബ്ജക്റ്റീവ്ലി, അതായത് അതേഴ്സിനും കൂടെ സെൻസിബിൾ ആവുന്ന ലോജിക്കൽ ആസ്പെക്ട് അതിനുണ്ടാവണം എന്ന് പരേറ്റോ പറഞ്ഞു വെച്ചത് കൊണ്ട് ബോത്ത് സബ്ജക്റ്റീവ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ലോജിക്കൽ ആക്ഷൻ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് ചെറിയൊരു സംശയം ഇതിൽ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് റെഫർ ചെയ്തപ്പോൾ അങ്ങനെയാണ്. ഞാൻ വേറൊരു സെൽഫി ക്വസ്റ്റ്യൻ കണ്ട് അവിടെ ആൻസർ കൊടുത്തതും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ 48th ക്വസ്റ്റ്യൻ. വിച്ച് ആവറേജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ആൻ ഓപ്പൺ എൻഡഡ് ടേബിൾ? ഓപ്പൺ എൻഡഡ് ടേബിൾ എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ, ക്ലോസ്ഡ് അല്ലാത്ത വാല്യൂസ് കണ്ടിന്യൂസ്ലി മുന്നോട്ടും ബാക്കോട്ടും ഓപ്പൺ ആയിട്ടുള്ള മുന്നോട്ടും ബാക്കോട്ടും വാല്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ടേബിളിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റ സെറ്റിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് സെറ്റ് എന്ന് പറയുക അല്ലെ, ഓപ്പൺ എൻഡഡ് ഡാറ്റ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ എൻഡഡ് ഡാറ്റയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആവറേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോമ്പിനേഷൻസ് ആയിട്ടാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. മീഡിയൻ ആൻഡ് മോഡ് ആൻഡ് മീഡിയൻ, മീൻ ആൻഡ് മീഡിയൻ, നൺ ഓഫ് ദി അബവ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് മീഡിയൻ എന്നുള്ളത് ഏതായാലും എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വാല്യൂ ആണ്, അല്ലെങ്കിൽ ആവറേജ് ആണ് എന്നുള്ളതുകൊണ്ട് മീഡിയൻ ആണ് ഇതിന്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് കൃത്യമാണ് അല്ലെ. കാരണം മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വാല്യൂ ആണ്. സെൻട്രൽ വാല്യൂ ഇടുന്ന കിട്ടുന്നത് നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡാറ്റ അറേഞ്ച് ചെയ്തതിനു ശേഷം സെൻട്രൽ വാല്യൂ എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതോ ഒരു
ഇന്റർവെൽ വാല്യൂ നമുക്കറിയാം, അതിന്റെ മുന്നോ ശേഷമുള്ള വാല്യൂസ് അറിയില്ല എന്നുള്ളതാണല്ലോ. അപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ മീഡിയൻ പറയാൻ പറ്റില്ല, അതിന്റെ സെൻട്രൽ വാല്യൂ പറയാൻ പറ്റുമല്ലോ അല്ലെ. അതേസമയം മോഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മോഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേം ഏതാ എന്നുള്ളതാണല്ലോ അല്ലേ മോഡ്, അല്ലെങ്കിൽ അതാണല്ലോ മോഡ് എന്നുള്ള ആവറേജ്. അപ്പം ഓപ്പൺ എൻഡഡ് ആയതുകൊണ്ട് തന്നെ എത്ര സെയിം നമ്പർ ഇനി വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഓപ്പൺ എൻഡഡ് ടേബിൾസിൽ നിന്ന് മോഡിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് മോഡ് ഒരിക്കലും ഓപ്ഷനിൽ വരാൻ, നമ്മുടെ ആൻസറിൽ വരാൻ പറ്റില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഈസി ആയിട്ട് മീഡിയൻ മോഡ്, മീഡിയൻ എന്നുള്ളത് പറ്റുമെങ്കിൽ കൂടെ മോഡ് എന്നുള്ളതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ഓപ്ഷനിലും നമുക്ക് മോഡേൺ മീൻ ആണുള്ളത്, അതുകൊണ്ട് ഓപ്ഷന് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മീൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മീൻ എന്നുള്ളത് നമ്മൾ സം ബൈ നമ്പർ പറയുമ്പോഴും സമ്മ് കാണാനുള്ള മൊത്തം വാല്യൂസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെയും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വഴി നമുക്ക് എസ്റ്റിമേറ്റഡ് മീൻ കാണാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളതല്ല, പക്ഷെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചില മാത്തമാറ്റിക്കൽ തിയറീസ് വെച്ചിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറീസ് വെച്ചിട്ട് നമുക്ക് മീൻ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മൊത്തത്തിലുള്ള സമ്മ് എന്നതിനപ്പുറം ടെൻറ്റേറ്റീവ് സമ്മ് കണ്ടിട്ട് നമുക്ക് ഓപ്പൺ എൻഡഡ് ടേബിളിൽ നിന്നും മീൻ കാണാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് മീനും മീഡിയനും ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ ആയിട്ട് മീഡിയൻ മോഡ് എന്നുള്ള രൂപത്തിൽ മീൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ മാത്രം ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തുകൊണ്ട് മീൻ എന്നുള്ളത് പോസിബിൾ ആണ് എന്നുള്ള ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മീഡിയൻ ആൻഡ് മീൻ എന്നുള്ള സി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ. മീഡിയൻ ആൻഡ് മീൻ എന്നുള്ള രണ്ട് ആവറേജസും ഓപ്പൺ എൻഡഡ് ടേബിളിൽ നിന്ന് കാണൽ പോസിബിൾ ആണ്. ഒട്ടും പോസിബിൾ അല്ലാത്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, മോഡാണ് അതിന്റെ ആൻസർ. Okay, 49th question. Who has advocated that functional analysis need not be confined to society as a whole, but it can be extended to an organization, institutions, or group? ഫങ്ഷണൽ അനാലിസിസ് സൊസൈറ്റി എന്നുള്ള ഒരു ലാർജർ എൻറ്റിറ്റിനെ മാത്രം എടുത്തുകൊണ്ട് അല്ല, നേരെ മറിച്ച് അതിന്റെ പാർട്സിലോട്ടൊക്കെ പോയാൽ, ഇപ്പം ഒരു ഓർഗനൈസേഷന്റെ കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം, ഗ്രൂപ്പിന്റെ കാര്യം എടുത്താലൊക്കെ ഫങ്ഷണൽ അനാലിസിസിന് റിലവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്. ലെവി-സ്ട്രോസ്, മാലിനോവ്സ്കി, പാഴ്സൺസ് ആൻഡ് മേർട്ടൺ. പാഴ്സൺസ് ആണ് റൈറ്റ് ആൻസർ. ഒന്ന് കൊടുത്താൽ മതി. പാഴ്സൺസിന്റെ ഫങ്ഷണൽ റെക്വിസിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സൊസൈറ്റിയുടെ ഓരോ പാർട്സിനും ഫങ്ഷണൽ ഇന്ന ഫങ്ഷൻ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള, ഇപ്പൊ ഒരു ലേറ്റൻസിക്ക് പഠിക്കുമ്പോഴാണല്ലോ, ലേറ്റൻസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നതെങ്കിൽ ആ ഫങ്ഷണൽ അനാലിസിസിനെ ഈ ഒരു അർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലോട്ടും ഓർഗനൈസേഷൻ ലെവലിലോട്ടും ഒക്കെ പ്രിസൈസ്ലി കൊണ്ടുവന്നിട്ടുള്ള ആള്, ബാക്കിയുള്ളവര് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഓർഗനൈസേഷൻ ലെവലിലൊക്കെ ഫങ്ഷണൽ അനാലിസിസ് നടത്താൻ പറ്റും. ഇനിയിപ്പോ ഈ ഒരു ഓർഗനൈസേഷൻ തന്നെ അതിന്റെ പാർട്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ആലോചിച്ചാൽ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷനും അവർ പോസിബിൾ ആക്കുന്ന ഒരു ഫങ്ഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ പാഴ്സൺ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പാഴ്സൺ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ആൻഡ് 50th question. The term sons of soil was coined by. Sons of soil എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? ഇൻഡിജിനസ് ആളുകളുടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കോയിൻ ചെയ്തിട്ടുള്ള ടെർമിനോളജി ആണ് കേട്ടോ. മൈറോൺ വൈനർ, DJ ബോഗ്, MN ശ്രീനിവാസ്, A ചന്ദ്രശേഖർ എന്നുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ A, മൈറോൺ വൈനർ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇൻഡിജിനസ് ആളുകളുടെ അവർക്ക് അവരുടെ ലാൻഡിലെ മുകളിലുള്ള ക്ലെയിംസിനെ അസേർട്ട് ചെയ്തുകൊണ്ട് കോയിൻ ചെയ്തിട്ടുള്ള വേർഡാണ് സൺസ് ഓഫ് സോയിൽ എന്നുള്ളത്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ എൻഗേജ്മെന്റ്സ് പല ആളുകളുടെ ഭാഗത്തു നിന്നും, പല തിയറീഷ്യൻസിന്, ലൈക്ക് കണ്ടംപററി സോഷ്യോളജികളൊക്കെ ഈ ഒരു ടെർമിനോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കണം. And 51st question. Who has written the book The Consequences of Modernity? മോഡേണിറ്റിയുടെ പ്രത്യാഘാതങ്ങൾ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പരിചയം ഉണ്ടാവും. മോഡേണിറ്റി ഡിബേറ്റ്സിലൊക്കെ എൻഗേജ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ വളരെയധികം മോഡേണിറ്റിനെ കുറിച്ച് പല അർത്ഥത്തിലുള്ള കോൺസെപ്റ്റേഷൻസ് നടത്തിയിട്ടുള്ള ഒരാളെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് പരിചയമുള്ള പേര് തന്നെയാണ്. ഹെബർമാസ് ഉണ്ട്, ഗിഡൻസ് ഉണ്ട്, ദരീദ ഉണ്ട്, ആൻഡ് ഫൂക്കോ ഉണ്ട് അല്ലെ. കോൺസിക്വൻസ് ഓഫ് മോഡേണിറ്റി എന്നുള്ള ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് ആന്റണി ഗിഡൻസ് ആണ് അല്ലെ. വളരെ
ആക്സസിബിൾ ആയിട്ടുള്ള എന്നാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. പലരും PG സിലബസിന്റെ ഭാഗമായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. And then 52nd question, who has propounded the idea of ethnocentrism? Ethnocentrism എന്നുള്ള ഐഡിയ പ്രപ്പോണ്ട് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. സംനർ, അഡോണോ, വെബർ ആൻഡ് ഇമാനുവൽ വാലൻസ്റ്റൈൻ എന്നുള്ള 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ആൻസർ അറിയുന്നുണ്ടാവും. സംനർ ആണല്ലോ അല്ലെ. സംനർ. എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഒരാളുടെ കൾച്ചറ് ബാക്കിയുള്ള കൾച്ചറിനേക്കാളും സുപ്രീം കൾച്ചർ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ കൾച്ചർ അതാണ്. സെൻറ്റർ ചെയ്തിട്ട് തന്റെ കൾച്ചറിനെ സെൻറ്റർ ചെയ്തിട്ട് അത് ബാക്കിയുള്ളവരുടെ മുകളിൽ സുപ്പീരിയർ ആണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുക അല്ലെ. ആ വേർഡിന് തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. സംനർ ആണ് ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷനിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ നമുക്ക് ഫെമിലിയർ ആയ ആളുകളാണ്. സംനർ ആണ് എത്നോസെൻട്രിസം കോയിൻ ചെയ്തിട്ടുള്ളത്, ടേം കോയിൻ ചെയ്തതും അതേപോലെ തന്നെ ഐഡിയ പ്രപ്പോണ്ട് ചെയ്തോ എന്നുള്ളതൊക്കെ ഓർത്തു വെക്കാം. വാലൻസ്റ്റൈൻ്റെ വേൾഡ് സിസ്റ്റം തിയറി ഒക്കെ പെട്ടെന്ന് പേര് കണ്ടപ്പോൾ ഓർത്തുകൊണ്ട് ഒന്ന് ഓർമ്മിച്ചതാണ്. അർത്ഥത്തിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷനിലും വന്നു പോയിട്ടുള്ള ആളുകളുടെ മേജർ തിയറീസും അവരുടെ ടെക്സ്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് ജനറലി മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, 53 സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോവായിരുന്നു, പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഓക്കെ, 53. Which among the following is not an example of Gemeinschaft relationship? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജെമൻഷാഫ്റ്റിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഫെർഡിനൻഡ് സ്റ്റോണീസിന്റെ ഐഡിയ ആണ് ലൈക്സ് സൊസൈറ്റൽ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് മോഡ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ ജെമൻഷാഫ്റ്റും ജസൽ ഷാഫ്റ്റും ഉണ്ട്. ജസൽ ഷാഫ്റ്റ് എന്നുള്ളത് സൊസൈറ്റി ഒരു ലാർജർ ലെവൽ ഓഫ് ഓർഗനൈസിങ് അല്ലെങ്കിൽ ഒരു ലാർജർ എൻറ്റിറ്റി ആയിട്ടില്ല, ആസ് ഇൻ ഇംപേഴ്സണൽ ഇൻഡിറക്റ്റ് ആയിട്ടുള്ള കളക്റ്റീവ് എന്നതിനപ്പുറം അർത്ഥത്തിൽ ആളുകൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിനെയാണ് അദ്ദേഹം ജസൽ ഷാഫ്റ്റ് സൊസൈറ്റിനെ തന്നെയാണ് സൊസൈറ്റി എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള ഒരു എൻറ്റിറ്റീനെയാണ് അദ്ദേഹം ജസൽ ഷാഫ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തതെങ്കിൽ ജസൽ എന്നുള്ള എസ് വെച്ചിട്ട് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചാൽ ചിലർക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ജമീൻ ഷാഫ്റ്റ് ജസൽ ഷാഫ്റ്റ് ഏതിനെയാണ്? ഇപ്പൊ ജമീൻ ഷാഫ്റ്റ് എന്നുള്ളത് കമ്മ്യൂണിറ്റി, നമ്മൾ ഇന്ന് ഇപ്പൊ കമ്മ്യൂണിറ്റി എന്ന് യൂസ് ചെയ്യുന്ന സെൻസിലാണ് ജമീൻ ഷാഫ്റ്റ് എന്നുള്ള ടേമിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിന് വളരെ കുറച്ചുകൂടി ചെറിയ കളക്റ്റീവ്സിനെയാണ് അദ്ദേഹം ജമീൻ ഷാഫ്റ്റ് എന്ന് വെച്ചതുകൊണ്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പം ജമീൻ ഷാഫ്റ്റിന്റെ എക്സാമ്പിൾ അല്ലാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ അല്ലാത്ത കാര്യം എന്താണ് താഴെ കൊടുത്തതിൽ എന്നാണ് ക്വസ്റ്റ്യൻ. പേഴ്സണൽ, ഇൻഫോർമൽ, സെന്റിമെന്റൽ, യൂട്ടിലിറ്റേറിയൻ. പേഴ്സണൽ ആണ് നമ്മൾ പറഞ്ഞു, ഇൻഫോർമൽ ആണ് കാരണം വളരെ ലിമിറ്റഡ്. കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. സെന്റിമെന്റൽ ആണ് കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്നുള്ളത് അറിയാവുന്നതാണ്. ലാസ്റ്റ് ഓപ്ഷൻ യൂട്ടിലിറ്റേറിയൻ എന്നുള്ളതാണ്, അതുകൊണ്ട് അവിടെ ആൻസർ ആയി വരിക അല്ലെ. ബാക്കി 3 ഓപ്ഷൻസും ജമൻ ഷാഫ്റ്റിന്റെ ഒരു ജമൻ ഷാഫ്റ്റ് റിലേഷൻഷിപ്പിന്റെ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി 54th ക്വസ്റ്റ്യൻ. ദ പിവറ്റൽ മെത്തേഡ് ഓഫ് ഫംഗ്ഷണലിസ്റ്റ് ഈസ്. ഫംഗ്ഷണലിസത്തിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷണലിസ്റ്റ് ആളുകൾ അല്ലെങ്കിൽ തിയറീഷ്യൻസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. കൺജക്ചറൽ ഹിസ്റ്ററി, ലൈബ്രറി വർക്ക്, ഫീൽഡ് വർക്ക് ആൻഡ് കണ്ടന്റ് അനാലിസിസ് അല്ലെ. ആൻസർ ഫീൽഡ് വർക്ക് ആണ് എന്നുള്ളതിൽ എനിക്ക് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ഫംഗ്ഷണലിസ്റ്റുള്ള ഇന്ത്യയിലെ ശ്രീനിവാസിന്റെ ഒക്കെ ഒരു കേസ് എടുത്ത് ഓർത്ത് നോക്കിയാൽ മതിയാവും. ഫീൽഡ് വർക്കിലൂടെയാണല്ലോ അദ്ദേഹം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡോളജിയിൽ നിന്ന് ഫീൽഡ് വർക്കിലോട്ട് ഇന്ത്യൻ സോഷ്യോളജിനെ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മൾ ശ്രീനിവാസിനെ എപ്പോഴും എടുത്ത് പറയാറുള്ളത്. അപ്പം അദ്ദേഹം ഒരു പേര് കേട്ട ഫംഗ്ഷണലിസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ റിലേറ്റ് ചെയ്ത വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഫംഗ്ഷണലിസം ഓരോ സൊസൈറ്റിയുടെ ഓരോ പാർട്സും എങ്ങനെയാണ് ലാർജർ സൊസൈറ്റൽ ഓർഡറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്, മേജർലി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഫംഗ്ഷണലിസത്തിലൂടെയാണ് കേട്ടോ. സോറി, ഫീൽഡ് വർക്കിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ് ദെൻ 55th ക്വസ്റ്റ്യൻ. Who among the Indian sociologists is known to have written on sociology of values? Sociology of values and വാല്യൂസിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഫേമസ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഗുരി ഉണ്ട്, RK മുഖർജി ഉണ്ട്, DP മുഖർജി ഉണ്ട്, ആൻഡ് AK സരൺ ഉണ്ട്.
ഓപ്ഷൻ ഈസ് രാധാ കമൽ മുഖർജി ട്ടോ. ആർ കെ മുഖർജിയാണ് സോഷ്യോളജി ഓഫ് വാല്യൂസ് ഇന്ത്യൻ സിനാരിയോയില് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 55 ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി റെസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ നമ്മൾ കുറച്ച് സ്പീഡായി പോകുന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത പ്രശ്നം ഉണ്ടാവും. ബട്ട് ഈവൻ ദെൻ ഒരു ചെറിയൊരു ഐഡിയ പെരിഫറൽ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ബിൽഡ് ഓൺ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പൊ